നമസ്കാരം. നക്ഷത്രഫലം 1200 ആണ്ട് കന്നിമാസം, അതായത് 2024 സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 16 കൂടിയിട്ടുണ്ടാവുന്ന കന്നിമാസത്തിലെ നക്ഷത്രങ്ങളിലെ ഫലമാണ് പറയുന്നത്. ഓരോ കൂറനുസരിച്ചിട്ടാണ് നക്ഷത്രഫലം പറയുന്നത്. മേടക്കൂറ്, ഇടവക്കൂറ് തുടങ്ങി ഓരോ കൂറുകളിൽ വരുന്ന നക്ഷത്രങ്ങളുടെ ഫലങ്ങളാണ് പറയുന്നത്. തുലാക്കൂറ് ചിത്തിര അവസാന പകുതി, ചോദ്യം വിശാഖത്തിലെ മുക്കാല് അഥവാ വിശാഖത്തിലെ ആദ്യത്തെ 3 പാദങ്ങൾ. ഇത്രയുമാണ് തുലാക്കൂറിൽ വരുന്നത്. ഇവരുടെ കന്നിമാസത്തിലെ ഫലം നോക്കാം. വിരുന്നുകാരുടെ ശല്യമുണ്ടാകും. പ്രത്യേകിച്ചും ഇപ്പോൾ അവധിയൊക്കെ കഴിഞ്ഞ് വരുന്നതിനാൽ തന്നെ പലപ്പോഴും വിരുന്നുകാരുടെ ഒരു വരവ് ചിലപ്പോൾ കുടുംബത്തിൻ്റെ സ്വസ്ഥത തന്നെ തടസ്സപ്പെടുത്തുവാൻ കാര്യമാകാം. പൊതുപ്രവർത്തനങ്ങളിൽ ശുഷ്കാന്തിയോടുകൂടി ഇവർ പ്രവർത്തിക്കും. വേദികളിൽ പ്രത്യക്ഷപ്പെടുവാൻ അവസരം ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കണം. ഭാവിയിൽ ഒരു വലിയ സുവർണാവസരം വരുവാൻ തന്നെ ഈ വേദിയിൽ പ്രത്യക്ഷപ്പെട്ടുവാൻ ആ ഒരു അവസരം നിങ്ങൾ നന്നായിട്ട് വിനിയോഗിച്ചാൽ താങ്കൾക്കത് സാധിക്കുന്നതാണ്. അഗ്നിഭയം അതിന് സാധ്യതയുണ്ട്. പുതിയ കൂട്ടുകാരെ അവരുണ്ടാവുകയും അവരെ തന്നെ സഹായിക്കേണ്ടിയും വരും. വിശേഷ സ്ഥാനമാന പ്രാപ്തി കൈവരും. കലാ സാഹിത്യ പ്രവർത്തനം മൂലം ഐശ്വര്യവും അതിൽ നിന്ന് തന്നെ ധന നേട്ടവും ഉണ്ടാകും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് ധന നേട്ടം ഉണ്ടാകാം. ധർമ്മദൈവ പ്രീതിക്കായിട്ട് പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുവാനും അതിനുശേഷം ആ ഒരു സൗഭാഗ്യം കൊണ്ട് തന്നെ ഒരു വലിയ സുവർണാവസരം നിങ്ങൾക്ക് കൈവരുവാനും സാധിക്കുന്നതാണ്. ത്വക്ക് രോഗങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ആ രോഗത്തിന് ശമനം വന്നു ചേരുന്ന മാസമാണ് തുലാക്കൂറുകാർക്ക് കന്നിമാസം. വിരുന്നുകളിൽ പങ്കെടുക്കുവാനും അതുകൊണ്ട് തന്നെ പുതിയ കൂട്ടുകാരെ ഉണ്ടാക്കുവാനും സാധിക്കുന്നതാണ്. പക്ഷേ കൂട്ടുകാരിൽ നിന്ന് ഇങ്ങോട്ടേക്കാവില്ല, അങ്ങോട്ടേക്കായിരിക്കും ഉപയോഗമുണ്ടാവുക. വിവാഹലബ്ധി, ഒരുപാട് നാളുകളായിട്ട് വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് ഈ കന്നിമാസം അനുകൂലമായിട്ടുള്ള മാസമാണ്. അതിനാൽ തന്നെ ഈ തുലാക്കൂറുകാർക്ക് കന്നിമാസം ഒരു ഗുണദോഷ കാര്യങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ കൂടുതൽ ഒരു ഗുണത്തിന് വരുന്ന ഒരു ഗുണപരമായിട്ടുണ്ടാവുന്ന ഒരു മാസം തന്നെയാണ്. ഇനി അഥവാ അല്ലറ ചില്ലറ ദോഷങ്ങൾ വരികയാണെങ്കിൽ, ജീവിതമാണല്ലോ, അങ്ങനെ അല്ലറ ചില്ലറ ദോഷം വരികയാണെങ്കിൽ തന്നെ ഈശ്വര ഭജനം കൊണ്ട് തന്നെ അതിനെല്ലാം തട്ടി നീട്ടി കുറച്ചും കൂടി നല്ല രീതിയിൽ ശുഭപര്യവസായിയായിട്ട് ഈ മാസം കൊണ്ടുപോകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. ഗ്രഹപ്പകർച്ച 1200 ആണ്ട് ചിങ്ങമാസം 31 ഉദയാൽപരം 33 നാഴിക 33 വിനാഴികയ്ക്ക്, അതായത് രാത്രി 7:43 ചതയം നക്ഷത്രം കുംഭക്കൂറിൽ കന്നിസംക്രമം. 1200 ആണ്ട് കന്നിമാസം 7 10 നാഴികയ്ക്ക് ബുധൻ കന്നിരാശിയിലേക്കും, കന്നിമാസം 24 13 നാഴികയ്ക്ക് ബുധൻ തുലാം രാശിയിലേക്കും, കന്നിമാസം 2 19 നാഴികയ്ക്ക് ശുക്രൻ തുലാരാശിയിലേക്കും, കന്നിമാസം 27 ഉദയപൂർവം 1 നാഴികയ്ക്ക് ശുക്രൻ വൃശ്ചികം രാശിയിലേക്കും സഞ്ചരിക്കുന്നു. 1200 ആണ്ട് കന്നിമാസം 10 രാത്രി 1:11 അത്തം ഞാറ്റുവേലയും, കന്നിമാസം 24 പകൽ 2:07 ചിത്തിര ഞാറ്റുവേലയും ആരംഭിക്കുന്നതാണ്.